ഇന്നൊരു അടിപൊളി സ്റ്റിച്ചിങ് കാണിച്ചു തരാം, അത് പാളിപ്പോയതും കാണിച്ചു തരാം. പാൻറ്റിൻ്റെ താഴ്ഭാവമൊക്കെ ഇതേപോലെ മടക്കി തുന്നാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഒരു ജീൻസിൻ്റെ പീസാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് ഇതേപോലെ മടക്കിയിട്ട് ഞാനൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, താഴേന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട്. മടക്കിയ സൈഡ് താഴേലേക്ക് ആക്കി പിടിച്ചിട്ട് താഴേന്ന് ഇതേപോലെ ഒരു പ്രാവശ്യം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് ലൂപ്പ് പോലെ ആക്കി കൊടുക്കുക. അടുത്ത സ്റ്റിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റിച്ച് എടുത്തിട്ട് അടുത്ത ലൂപ്പും കൂടി നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇത് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണിത്. ഇടയിൽ കൊടുക്കുന്ന സ്റ്റിച്ച് ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ തുന്നുമ്പോഴുള്ള ചെറിയൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അത്രയും വലിപ്പം പാടില്ല കേട്ടോ. ഉള്ളിലാണ് കൊടുക്കേണ്ടത്, അത് മറന്നു പോകരുത്. തേച്ച് വെച്ചേക്കണത് കൊണ്ട് തന്നെ താഴ്ഭാഗം അങ്ങനെ പുറത്തേക്ക് പോകില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ പാൻറ്റിൻ്റെ താഴ്ഭാഗമൊക്കെ ഇതേപോലെ മടക്കി വെച്ചിട്ട് നമ്മൾ തുന്നാറില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്റ്റിച്ച് വളരെ ഉപകാരപ്രദമാണ്. പക്ഷേ ഈ സ്റ്റിച്ച് എന്തായെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതേപോലെ കുറേ സ്റ്റിച്ചുകൾ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ നൂലെടുത്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ഇതേപോലെ ഫ്രീ ആയി കിട്ടും. അത് നമ്മൾ ഇതേപോലെ സ്ക്രൂ ഡ്രൈവറോ സൂചിയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തേക്ക് നിൽക്കുന്നത് കാണാം. എന്നിട്ട് ഈ ഒരു സൂചി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ട്യൂട്ടോറിയൽ വീഡിയോയിൽ കണ്ട പോലെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയൊക്കെ വലിച്ചിട്ടും എനിക്ക് ആ സ്റ്റിച്ച് നല്ല രീതിയിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ഉള്ളിൽ കൂടിയും താഴെ കൂടിയൊക്കെ വലിച്ചതിന് ശേഷം ഞാൻ ഈ സ്റ്റിച്ച് ഭംഗിയാക്കിയെടുത്ത്. ഈ നൂലിൻ്റെ ബലക്കുറവാണോ അല്ലെന്നുണ്ടെങ്കിൽ തുണിയുടെ കട്ടി കൂടുതലാണോ എന്താണെന്നൊരു പിടുത്തമുണ്ടായിരുന്നില്ല. പിടിച്ച് വലിച്ചിട്ട് നമുക്ക് ആ സ്റ്റിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഷോൾഡർ റെഡ്യൂസ് ചെയ്യണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇതേപോലെ സ്റ്റിച്ച് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവസാനം നല്ല ഭംഗിയിലിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ അതേപോലെ ആവുമെന്ന് കരുതിയിട്ട് നമ്മൾ ആ സെയിം മെറ്റീരിയലിൻ്റെ ഷോൾഡർ ചെയ്ത ആ സെയിം മെറ്റീരിയലിൻ്റെ തുണിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതിനുശേഷം ഞാൻ രണ്ടാമതെല്ലാം പിടിച്ചു നോക്കി. ആഞ്ജനേയ സ്വാമി, എവിടെയാണ് തെറ്റിപ്പോയെന്ന് ഒരു പിടുത്തമില്ല. ഇതും ഞാൻ ഇതേപോലെ വലിച്ച് സെപ്പറേറ്റ് ആക്കിയിട്ട് വലിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ചൊക്കെ റെഡിയാക്കി എടുത്തത്. ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കണം. ഞാൻ പലതരത്തിലുള്ള മെറ്റീരിയലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആദ്യത്തെ വലിക്കലിൽ തന്നെ നമുക്ക് സ്റ്റെക്കായി പോവുകയാണ്. നമുക്ക് 2 സ്റ്റിച്ച് വീതം ചെയ്ത് നോക്കിയാൽ ശരിയാവുമെന്ന് അറിയാനായിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പോഴും പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ നമുക്കിത് സ്റ്റെക്കായി പോകുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി കഴിയുമ്പോൾ ശരിയായി കിട്ടുന്നുണ്ട്. അവസാനം ഞാൻ വേറൊരു ഐഡിയ എടുത്ത് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഞാൻ പണ്ട് തുന്നിയതായിട്ട് ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് തുന്നി നോക്കി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻവിസിബിൾ സ്റ്റിച്ചായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ചെയിൻ സ്റ്റിച്ചിൻ്റെ അത്രയും പെർഫെക്ഷൻ ഇതിന് വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് നൂല് ഇട്ടിരിക്കുന്നത്. സെയിം കളറിലെ നൂലാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും. ആദ്യത്തെ സ്റ്റിച്ച് പാളിപ്പോയെങ്കിൽ രണ്ടാമത്തെ സ്റ്റിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവണവരൊന്നും പറയണം കേട്ടോ.